ജെയിംസ് കുട്ടി വച്ചതോ അതോ വാങ്ങിയതോ? വാങ്ങിയതാ, പിന്നെ കുറെ ആൾട്ടറേഷൻസ് ഒക്കെ വരുത്തി. ഇത് എത്ര ഏക്കറാ? 4. തോട്ടം ഒരു 4-5 കിലോമീറ്റർ അകലെയല്ലേ? അതെ. അതെത്ര ഏക്കറാ? അത് കൃത്യമായിട്ട് അറിയില്ല, സൂസനോട് ചോദിക്കണം. എത്രയാണ് ഡേവിഡ്? 300 ചില ഏക്കറുണ്ട്. അവിടെ കൂടുതലും റബ്ബറാണല്ലേ? എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നീ അവിടെ പോയിട്ടില്ലേ? ഉണ്ട്, അവിടെ കൂടുതലും കാപ്പിയും കുരുമുളകാ. അപ്പച്ച, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഡേവിഡ് ഇന്നലെ ഒരു സംശയം പറഞ്ഞു. സംശയം എന്ന് പറയുമ്പോ അത് വെറും ഒരു സംശയമാണെന്ന് കൂട്ടിക്കോ. ജെയിംസ് കുട്ടി അങ്ങനെ കണ്ടമാനം കുടിക്കുന്ന ആളും മറ്റുമല്ല. വല്ലപ്പോഴും ഇത്തിരി, അതും നല്ല കമ്പനി കിട്ടിയ. ഞാനാ ഇവിടത്തെ കമ്പനി. 2 അല്ലെങ്കിൽ 3. പട്ടണത്തിൽ പോയാലും അതിന് മേലെ പോകാറില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരപകടമുണ്ടാകാൻ മാത്രം ഓവറാകാറില്ല. എന്തെങ്കിലും പറയുമ്പോ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എല്ലാം ദൈവനിശ്ചയമാണ്. ഇനി നിനക്ക് ധൈര്യമാ വേണ്ടത്. ഇക്കണ്ട സ്വത്തുക്കളും പടക്കം വിട്ടാത്ത ഈ കുഞ്ഞും. നിന്റെ ജീവിതം ശരിക്കു തുടങ്ങുന്നത് ഇനിയാണ്. പേടിച്ചിട്ടും ഭയന്നിട്ടും ഒരു കാര്യവുമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? തോട്ടത്തിന്റെ കാര്യം നിനക്ക് എങ്ങനെയെങ്കിലും നോക്കാം. ഇവിടെ തന്നെയാണല്ലോ. മംഗലാപുരത്തെ എക്സ്പോർട്ട് ഓഫീസിന്റെ കാര്യം എങ്ങനെയാ? എനിക്കൊന്നും അറിയില്ല. ആ മാനേജർ ഉണ്ണികൃഷ്ണൻ കൊള്ളാം. പിന്നെ ഇടയ്ക്കൊക്കെ സൂസനെ പോയെന്ന് നോക്കട്ടെ. അടുത്ത ആഴ്ച ഞങ്ങളൊക്കെ കൂടെ ഒന്ന് പോകാനിരിക്കുക. ഞങ്ങളുടെ ബിസിനസ്സും അവിടെ തന്നെയാണല്ലോ. രണ്ടും കൂടെ ഒന്നാക്കുകയോ അല്ലെങ്കിൽ 2ആയിട്ട് നിർത്തി ഡേവിഡിന് ഒരു മേൽനോട്ടം കൊടുക്കുകയോ. അപ്പച്ച, അത് നീ അങ്ങനെ ഒഴിഞ്ഞു വരാൻ നോക്കുകയല്ല. ജെയിംസ് ഉള്ളപ്പോ എന്തോ ആവട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണ്ടാവും കുറെ സൗന്ദര്യപ്പിണക്കങ്ങള്. എനിക്ക് നിന്നെപ്പോലെ തന്നെയാ ഈ കൊച്ച്. ഇപ്പൊ നിന്നെപ്പോലെ അല്ല, നിനക്ക് മേലെയാ. അല്ല, ആലോചിച്ചിട്ട് മതി. നിങ്ങൾ മംഗലാപുരത്ത് വരുമ്പോ അറിയിച്ചാ മതി, നമുക്ക് സംസാരിക്കാം. ആ മോനെ, റോണി മോനെ, നീ വല്യപ്പച്ചനോടെ മംഗലാപുരത്ത് വരുന്നുണ്ടോ? നിനക്കിവിടെ കൂട്ടൊന്നുമില്ലല്ലോ. അവിടെ വല്യപ്പച്ചനുണ്ട്, ഡേവിഡ് ഞങ്ങളുണ്ട്. എന്താ മോൻ വരുന്നോ? കൊച്ചു കള്ളൻ. എന്നാ വല്യപ്പച്ചൻ പോട്ടെ. ഞാൻ അകത്ത് വെച്ചൊരു സംശയം പറഞ്ഞില്ലേ? എന്റെ അല്ല, ഇവന്റെ സംശയം. ഒരപകടം ഉണ്ടാകത്തക്ക നിലയിൽ കണ്ടമാനം കുടിക്കാത്ത ഒരാള് അന്ന് കുടിച്ചിരിക്കുന്നു, അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിനെ വേറെ നിലയിൽ കാണണോ? ജെയിംസ് കുട്ടിക്ക് വല്ല ശത്രുക്കൾ ഉണ്ടായിരുന്നോ? എന്റെ അറിവിലില്ല. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇനി വല്ലവരും അപകടപ്പെടുത്തുകയാണെങ്കിൽ ആ നിലയ്ക്ക് ഒരു അന്വേഷണം നടത്തണമല്ലോ. പ്രത്യേകിച്ച് നീ കുഞ്ഞു ഒറ്റയ്ക്കായ സ്ഥിതിക്ക്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. സൂസന്നയുടെ വീട്ടുകാരെന്ന് പറയുമ്പോ അച്ഛനമ്മയില്ലെന്നറിയാം. അകന്ന ബന്ധത്തിൽ ആരെങ്കിലും ഒരു നിലയിലായപ്പോ അന്വേഷിച്ചു വന്ന ആരെങ്കിലും സഹായത്തിന്? ഇല്ല, അങ്ങനെ ആരുമില്ല. ആ, ഏതായാലും അവിടെ വെച്ച് സംസാരിക്കാം. വലിയ പരിചയമില്ലെങ്കിലും തന്നെ കണ്ടപ്പോ ഒരു തറവാടിയാണെന്ന് എനിക്ക് തോന്നി. അതാ എനിക്ക് ഇവിടെ നിർത്തിച്ചു വന്ന ധൈര്യം. ചെല്ലട്ടെ. ഞാനും പോട്ടെ. എനിക്കെന്തോ ഭയം തോന്നുന്നു അച്ചായ. അതിന് അവരൊരു സംശയം പറഞ്ഞതല്ലേ? അതല്ല, എനിക്കങ്ങനെ ഒരു സംശയമില്ല. എനിക്ക് വേറെന്തൊക്കെയോ ഭയം തോന്നുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കില്ല. മേരി ചേച്ചി ഇങ്ങോട്ട് അയക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും.
അതിന് നീ അങ്ങോട്ട് വരണ്ടെന്നോ അവളെ ഇങ്ങോട്ട് അയക്കില്ലെന്നോ ഞാൻ പറഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞാലും അവൾ അവിടെ കിടക്കില്ല. ഓട്ടെ. കേട്ടോ ഉണ്ണികൃഷ്ണൻ, സൂസന്നയ്ക്ക് ബിസിനസ് കാര്യങ്ങളിലൊന്നും വലിയ പരിചയമില്ല. ഉണ്ണികൃഷ്ണൻ വേണം എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ. ശരി സാർ. സൂസന്ന എന്നും ഇവിടെ ഓഫീസിൽ വരേണ്ട കാര്യമുണ്ടോ? ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ വരികയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ വരികയോ അല്ലേ? ആ, ഉണ്ണികൃഷ്ണൻ ഏതായാലും ആഴ്ചയിൽ ഒരിക്കൽ അങ്ങോട്ട് വരേണ്ടി വരും. നോക്കാൻ അറിയാവുന്ന ഉടമ എന്നും ഉണ്ടാകേണ്ട ഒരു സമയമാണിത്. കാരണം ജെയിംസ് സാറിന്റെ ഇത്രയും വർഷത്തെ അധ്വാന ഫലം ശരിക്കും അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. ബിസിനസിന് ഏറ്റവും ഫ്ലറിഷിംഗ് ടൈം. എന്നെ കൊണ്ട് ആവുന്നത് ഞാൻ ചെയ്യാം. കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു. വരാൻ പറയൂ. അകത്തേക്ക് എല്ലാം പറഞ്ഞു. വാ. ഇരിക്കെ. മാനേജർ ഉണ്ണികൃഷ്ണൻ അല്ലേ? അതെ, ഞാൻ ജെയിംസിന്റെ ഫാദറാ. ഓ സോറി, മനസ്സിലായില്ല. ഇരിക്കെ. സൂസന് എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എടാ, നീയും എന്നും കോണ്ടാക്ട് ഇരിക്കണം. ജെയിംസിന്റെ ഇളവനാ ഡേവിഡ്. ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഇവനെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ, ഏതായാലും നമുക്കൊന്ന് വീട്ടിൽ പോയി ഊണൊഴിക്കാം. അപ്പച്ചാ അത് ആ, എന്നോടും ഭംഗിവാക്കോ എണീക്കടി വെച്ചേ. വാ. എടാ ഡേവിഡേ, ആ കടലാസൊക്കെ ഇങ്ങെടുത്തോണ്ട് വാ. ആ, ഇപ്പോഴേ ഈ ബാങ്ക് അതുപോലുള്ള കാര്യങ്ങളുടെ പവർ ഓഫ് അറ്റോണി ഇവനൊന്നും കൊടുത്തേക്ക്. അല്ലെങ്കിൽ എന്നും നിനക്കിവിടെ നോക്കാൻ പറ്റുമോ? ബിസിനസ് ഒന്നാന്തരമായിട്ട് നടക്കുന്ന സമയമാണ്. ഓരോരുത്തരും നല്ല ഡിമാൻഡും. ഇവന്മാരൊക്കെ പറ്റിക്കും. കള്ളക്കൂട്ടങ്ങളാണ്. മാനേജർമാരെ വിശ്വസിക്കാനേ ഉള്ളില്ല. ആ, നീ എവിടെയൊക്കെ സൈൻ ചെയ്യേണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പച്ചാ, എനിക്കൊന്ന് ആലോചിക്കണം. ഇതിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ? ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ട് ആലോചിക്കായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും ദിവസങ്ങളായിട്ടും ഇതേക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? ആലോചിക്കാൻ ഇനി പഴയ ആൾക്കാരെ വല്ലതും അന്വേഷിക്കണോ? പഴയ ആൾക്കാരോ? ആ, കുറെയൊക്കെ എനിക്കും അറിയാവുന്ന കുട്ടിക്ക് വെച്ചേ. ഒന്നുമില്ലേലും നിനക്കൊരു തന്തയുണ്ടായിരുന്നെങ്കിൽ അയാളുടെ പ്രായമുണ്ട് എനിക്ക്. പ്രശ്നങ്ങളൊന്നും വേണ്ട. പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വിളിക്കാൻ പറ്റിയ സമയമാ. തോന്നിവാസം പറയരുത്. പറയൂടി ഞാൻ വിചാരിച്ചാലേ നിന്നെ തെരുവിൽ ഇറക്കാൻ പറ്റും. നീ കൊന്നാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്തിനാ ആ പാവം കൊച്ചിന് താൻ പോണു. ഓ, താനായിരിക്കും ഇവളുടെ ഇപ്പോഴത്തെ ആള്. ഒരുമാതിരി എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരിക്കും. ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ അവക്കെന്താ ഒരു മടുപ്പ്? പവറ പറ്റോണ്ട് തരാൻ. അല്ലെങ്കിൽ ഇതാ വേറൊരുത്തരുണ്ടല്ലോ, കാണാനും കൊള്ളാം. സാർ അനാവശ്യം പറയരുത്. നീ പോടാ പുല്ലേ. അപ്പച്ചാ, ഒരു രജിസ്റ്റേഡ് കത്തുണ്ട്. അല്ലിത് എവിടുത്തെ ന്യായമാ? കല്യാണം കഴിഞ്ഞൊരു കൊച്ചുമായി, കെട്ടിയോ മരിച്ചപ്പോ അതുവരെ ഇല്ലാതിരുന്ന ഒരു തന്ത അനിയനും വന്ന് കല്യാണം നടന്നിട്ടില്ല, സ്വത്ത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന് മുമ്പ് വെച്ച് പുരോഹിതം നടത്തിയ കല്യാണമല്ലേ? അതെങ്ങനെ ഒരുത്തം കയറി ഇല്ലെന്ന് പറയുന്നേ? എടി, ഒരു കേസ് എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ന്യായം. ഇതിപ്പം നമ്മുടെ സൈഡില്ല. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുമ്പോ നമ്മുടെ ഭാഗം നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അതിനിപ്പോ എത്ര വിരലാണെന്ന് തോന്നുന്നു. ന്യായം നമ്മുടെ സൈഡിലല്ലേ? ആ, പിന്നെ കോടതി കയറണം. മോൻ ചത്ത് 41 തികയുന്നതിന് മുമ്പ് മരുമോളെയും കൊച്ചിനെയും കോടതി കയറ്റുന്ന ഇയാളൊക്കെ ഒരു തന്തയാണോ? ആ, അങ്ങനെയും ചില തൊണ്ടമാരുണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത് കൈ കിട്ടിയപ്പോ എല്ലാം അങ്ങ് വിട്ടുകൊടുത്തേച്ച്
ഓർഫനേജിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ആലോചിച്ചതാ. പേടിച്ചിട്ടല്ല. ജെയിംസ് ഉള്ളപ്പോഴും ഈ സ്വത്തും സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ടായിരുന്നു, ഇതൊന്നും എന്റേതല്ല, എനിക്കെന്താ ഇതിനൊക്കെ യോഗ്യതയെന്ന്. എനിക്കൊന്നും വേണ്ട, പക്ഷെ ഈ കുഞ്ഞിനുള്ള അവകാശമല്ലേ? നീ എന്തായി പറയുന്നത്? അവകാശം നിനക്കുമുണ്ട്, കുഞ്ഞിനുമുണ്ട്. ഇത് പാരമ്പര്യ സ്വത്തൊന്നുമല്ല. ഈ കാണുന്ന ഓരോന്നും ജെയിംസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇനി പാരമ്പര്യ സ്വത്താണെങ്കിലും ഭാര്യയ്ക്കും കുഞ്ഞിനും ആ അവകാശം. ആ അവകാശം ഒരമ്മായിയപ്പൻ വിചാരിച്ചാലും ഇല്ലാണ്ടാക്കാൻ ഒക്കില്ല. ആ, ജെയിംസിന്റെ കൂട്ടുകാരൻ രാജശേഖരൻ വക്കീലുണ്ടല്ലോ, അയാളെ പോയെന്ന് കാണണം. നാളെ ആ ബാങ്കിൽ നിന്ന് ആള് വരും. നാളെ കഴിഞ്ഞാണെങ്കിൽ എനിക്കും സൗകര്യമായിരുന്നു. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. റോണിയെ ഓ, അവനെ നീ പോകുമ്പോ അങ്ങോട്ട് വിട്ടേച്ചാ മതി. ആരാ? വക്കീലില്ലേ? കോടതി പോയല്ലോ. വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണോ? വേണ്ട, ഞാൻ കോടതി പോയി കണ്ടോളാം. സാക്ഷി വിസ്താരം കേട്ടല്ലോ? കേട്ടു. സാക്ഷി പറഞ്ഞതെല്ലാം സത്യമാണോ? അല്ല. നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? Yes, proceed. സാറേ, ഡിഫൻസ് ആർഗ്യുമെന്റ് ഒന്ന് എഴുന്നേറ്റ് പറ. പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാൾക്ക് ആ തിരുവായൊന്ന് തുറന്നൂടെ?
സുഖമായിട്ട് ഊര് പോരാവുന്ന കേസാ. അതിന് ഇയാളെ കേസ് ഏൽപ്പിച്ച നമ്മളെ വേണം തല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പ്രതിയുടെ പേരെന്താ? രാഘവൻ. Your Honor, the accused Raghavan, the accused Raghavan is innocent, Your Honor. ഇവിടെ കുറച്ച് വെള്ളം കിട്ടും. കേസ് തുലയ്ക്കും. Silence. Silence. പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകളുണ്ട്. യെസ്. പ്രതിവാദം വക്കീൽ ദയവ് ചെയ്ത് കേസ് പഠിച്ചിട്ട് വരും. യെസ് യുവർ ഓണർ. ഈ കേസ് അടുത്ത 15-ാം തീയതിക്ക് അവധിക്ക് വെച്ചിരിക്കുന്നു. താനം നടക്കണോ? ഇത് കോടതിയാ. എന്നെ രാഘവോട് വെറുതെ ഇവനെ ഞാൻ വെറുതെ വിട്ടു. തന്നോട് ഈ നാട്ടുകാർ 100 വട്ടം പറഞ്ഞിടൂ ആ പരട്ട വക്കീലെടുത്ത് കേസ് ഏൽപ്പിക്കരുതെന്ന്. എന്നിട്ട് ഞാൻ കേട്ടോ അച്ചമ്പട്ടത്തിന് പഠിക്കാൻ പോയവനൊക്കെ വക്കീലാകാൻ നടക്കുന്നു. എന്നെ തൂക്കി കൊന്നാലും ശരി, എവനെ കൊന്നിട്ട് ഞാൻ ഈ വക്കീലിനെ ഇന്ന് ഞാൻ കൊല്ലൂടാ. പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? സാറേ ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഓമാലടിച്ച് ചമ്മന്തിയാക്കും. രാഘവനും പാർട്ടി ഇതിൽ ഓടിക്കോ. ക്രോസ് കൺട്രി റേസ്. എന്നെ പിടിക്കാൻ പറയാ ആളെ എന്നെ പിടിക്കാനുണ്ട്. കേൾക്കും. നിങ്ങളാരാ? നിങ്ങളാര്? അത് കൊള്ളാം. എന്റെ വണ്ടി വന്ന് ഓടിക്കലിട്ട് ഞാൻ ആരാണെന്നോ? ഇറങ്ങ. ആ എന്നെ ആ കോടതി വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? എന്താ നിങ്ങളുടെ പേര്? സൂസന്ന. എന്റെ പേര് അഡ്വക്കേറ്റ് ജോർജ് കോര വെട്ടിക്കൽ. വെട്ടിക്കൽ എന്ന് പറയുമ്പോ അതെന്റെ കുടുംബപ്പേരാ. ദയവ് ചെയ്ത് വെട്ടിപ്പ് വക്കീലെന്നും കോര വക്കീലെന്നും എന്നെ വിളിക്കരുത്. നല്ല ഒന്നാന്തരം പേരാ ജോർജ്. അതെന്റെ പേര്. കോര എന്നുള്ളത് എന്റെ അപ്പന്റെ പേരാ. പക്ഷെ അത് കൂട്ടിയ ആളുകൾ എന്നെ വിളിക്കും. അതെന്താന്ന് വെച്ചാല് എന്റെ അപ്പനോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ, പ്രത്യേകിച്ച് എന്നെ പോലുള്ള റെപ്യൂട്ടഡ് പൊസിഷനുള്ള ഒരുവനെ, അതായത് വക്കീലിനെ പോലെ മാന്യമായ ജോലിയുള്ള ഒരുവനെ കോര, മാത്തൻ, പോത്തൻ, കുട്ടപ്പായി എന്നൊക്കെ വിളിക്കുമ്പോ ഈ വിളിക്കുന്നവന് ഒരു സാഡിസ്റ്റിക് പ്ലഷർ ഉണ്ട്. അതാണ് എന്റെ കാര്യം. നിങ്ങളെങ്കിലും എന്നെ കോര വക്കീലെന്ന് വിളിക്കരുത്. അല്ല, നമ്മളൊരു വല്ലാത്ത സിറ്റുവേഷനെ കണ്ടുമുട്ടി. ഇപ്പൊ അങ്ങ് വരികയും ചെയ്യും. ഇനി എപ്പ കാണാൻ എന്ത് വിളിക്കാനല്ലേ? അല്ല, നിങ്ങൾ ആരാ നിങ്ങളെ ചേസ് ചെയ്തത്? ആരാ എന്നെ ചേസ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ആരെങ്കിലും ചേസ് ചെയ്തോ ഇല്ലയോ അതും എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നി. അവരെ കണ്ടപ്പോ വല്ലാത്ത പേടിയും. വലിയ പ്രശ്നമായല്ലോ. ഇപ്പൊ ഇതിന്റെ പുറകെ എന്തൊക്കെ പുലിവാനാണോ വരാൻ പോകുന്നത്? സാറേ, എന്റെ ഗുമസ്തന സാറേ, എന്തോ
പേടിച്ചു പോയല്ലോ. അവന്മാര് പോയി സാറേ. അല്ല, അവർ തരാതെ പോയോ? ലേശം ബാലൻസ് ഉണ്ടായിരുന്നുണ്ട്. ബാലൻസ് തരാനായിരുന്നു സാറിന് അന്വേഷിച്ച് അവന്മാര് നടന്നത്. അതിനിടയിൽ സാറ് ധൃതി പിടിച്ചിങ്ങ് പോരുകയും ചെയ്തു. അപ്പോഴായി എന്നെ കണ്ടുമുട്ടിയത്. തന്നു. പ്രശ്നങ്ങളെ കക്ഷികളുമായിട്ടുള്ള ഓരോ പ്രോബ്ലംസ് എന്ത് ചെയ്യാനെന്ന്. അല്ല, നിങ്ങൾ എന്തിനാ കോടതി വിളപ്പി വന്നേ? ഞാൻ അഡ്വക്കേറ്റ് രാജശേഖരൻ ഒന്ന് കാണാൻ വന്നതാ. ആ പുള്ളി വാറിലുണ്ടായിരുന്നല്ലോ. ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. കയറിക്കും. അവര് പോയ പിള്ളച്ച പോയി സാറേ. ആണോ? ഉറപ്പ്. അല്ലെങ്കിൽ പണ്ടത്തെ കാഞ്ഞങ്ങാട് പാർട്ടിയെ പോലെ ഡബിൾ പേയ്മെന്റ് ആവുമോ? തനിക്കും കിട്ടി എനിക്കും കിട്ടി. കുഴപ്പമൊന്നുമില്ല. നവകർ ആരെങ്കിലും. താങ്ക് യു മിസ്റ്റർ കോ. ആ, ഇതാണ് ഞാൻ പറഞ്ഞത് സാഡിസ്റ്റിക് പ്ലഷർ എന്ന്. സോറി. ആ, മറന്നു പോകും. എന്റെ കാർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ എന്റെ കാർഡ്? നമ്മൾ തമ്മിൽ കാണാൻ പോകുന്നു. ചേരണം. സൂസന്നയ്ക്ക് എന്നോടൊന്നും തോന്നരുത്. ഓഫ്കോഴ്സ് ജെയിംസ് ഉണ്ടായിരുന്നപ്പോ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. ഇന്ന് ജെയിംസ് ഇല്ല. ജെയിംസിന്റെ അപ്പനും സൂസന്നയും തമ്മിൽ സ്വത്ത് സംബന്ധിച്ച തർക്കം. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തർക്കം എന്ന് പറയുമ്പോ അത് എനിക്കൂടി അവകാശപ്പെട്ടല്ലേ? എന്റെ കുട്ടിക്ക് അവകാശപ്പെട്ടല്ലേ? ന്യായമായൊരു കാര്യത്തിനാണല്ലോ ഞാൻ വന്നത്. ന്യായത്തെക്കുറിച്ചോ അന്യായത്തെക്കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല കുട്ടി. ജെയിംസിന്റെ അപ്പനും എന്റെ സുഹൃത്ത് തന്നെയാ. മകൻ മരിച്ച വിഷമത്തിലാ അദ്ദേഹവും. മരണത്തിന്റെ ചൂടാറും മുമ്പ് മരുമകളും അപ്പനും കൂടി സ്വത്തിന്റെ കാര്യം പറഞ്ഞ് കോടതിയിലെത്തുക എന്ന് പറഞ്ഞാൽ ഇത് അവിടം വരെ എത്തിക്കാതെ രമ്യമായിട്ടൊന്ന് പരിഹരിച്ചുകൂടെ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതിരുന്നവര് പ്രിയത്ത് വെക്കുന്നു, കൈവരിച്ച് പ്രാർത്ഥിക്കുന്നു, സ്നേഹം അഭിനയിക്കുന്നു. ആ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വൃത്തികെട്ട വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല. ശബ്ദമുണ്ടാക്കാതെ. അയാൾക്കും ചിലതൊക്കെ പറയാനുണ്ടാവും കോടതിയിൽ. അത്ര സുഖകരമായിട്ട് നടന്ന ഒരു കല്യാണമൊന്നും അല്ലല്ലോ ഇത്. കണ്ടവരില്ല, അറിഞ്ഞവരില്ല. ജെയിംസ് ഉള്ളപ്പോ എന്തെങ്കിലും ആവട്ടെ. പള്ളിയിൽ വെച്ച്. ഏത് പള്ളി വെച്ചാ കുട്ടി? ഇതൊക്കെ ആൾക്കാരോട് കള്ളം പറയാമെന്നല്ലാതെ റെസ്ക്യൂ ഹോം, പോലീസ് സ്റ്റേഷൻ, ഇവിടെയൊക്കെ താൻ കയറി ഇറങ്ങിയതിന്റെ റെക്കോർഡ് രേഖകളുണ്ട്. ഇതൊക്കെ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ? 3 ഞായറാഴ്ച വിളിച്ചു ചൊല്ലി നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ ക്രിസ്ത്യൻ വിവാഹം ഇത് അങ്ങനെയാണ് നടന്നതെന്ന് തെളിയിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെ തന്നെയാണ് നടന്നത്. ജെയിംസ് എല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ റെസ്ക്യൂ ഹോമിന്റെ മറ്റും കാര്യം. ജെയിംസിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യയെയും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ സൂസനെ ആ റെസ്ക്യൂ ഹോമിലെ ഒരു ഗോൺ കേസായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. സോറി, ഐ എം ഹെൽപ്ലെസ്. ജെയിംസേ, യു ആർ ലക്കി. നോട്ട് ബിക്കോസ് യു ആർ റിച്ച്, ബിക്കോസ് ഓഫ് ഹെർ. അഡ്വക്കേറ്റ് രാജശേഖരൻ എന്റെ അടുത്ത സുഹൃത്താണ്. മൈ വൈഫ് സൂസന. ഹലോ നമസ്കാരം. ജെയിംസേ, യു ആർ ലക്കി. നോട്ട് ബിക്കോസ് യു ആർ റിച്ച്, ബിക്കോസ് ഓഫ് ഹെർ. മതിയോ സാറേ? ഇനി അടിച്ച എടുക്കും സാറേ. അയ്യോ, ഈ കേസ് സുപ്രീം കോടതി പോയാൽ മിസ്റ്റർ ജോർജ്. ആ, നിങ്ങളാണോ? Can you help me? യെസ്. പക്ഷേ ഇപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ? വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ഇവൻ ഇന്നങ്ങ് സ്റ്റാർട്ട് ആവുന്ന ലക്ഷണമില്ല. ഈ കേസിലിപ്പോ ഒരു വാദിഭാഗം വക്കീലിന് പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്നു, അതും പള്ളിയിൽ വെച്ച്. ഇപ്പോ രജിസ്റ്റർ വിവാഹമാണെങ്കിൽ ആണെന്നും അല്ലെന്നും തെളിയിക്കാം. അതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷെ ഇത് ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരം ഒരു പള്ളിയിൽ വെച്ച് ഒരു പുരോഹിതന്റെ മുമ്പിൽ വെച്ച് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നടന്ന വിവാഹമല്ലേ? അതെ. ആ, അപ്പൊ കസ്റ്റമറി മാരേജ്. അതിപ്പോ തെളിയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല.
പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ വെറുതെ ഒന്ന് വരട്ടി നോക്കിയതാ. പേടിച്ചാൽ അങ്ങ് പേടിക്കട്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ, ഏത് പള്ളിയിൽ വെച്ചാ വിവാഹം നടന്നത്? സെയിന്റ് ആന്റണീസ് ചർച്ച്. ആ, അവിടെ പോയി വിവാഹ തീയതിയും മറ്റും കാണിക്കുന്ന ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അതിന്റെ കോപ്പി വെച്ച് കീഴ്ക്കോടതിയിൽ ഒരു സക്സഷൻ OP ഫയൽ ചെയ്യുക. തീർന്നു. രാജശേഖരൻ വക്കീൽ ഈ കേസ് എടുക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ഇതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ അയാൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഒരു കേസ് എന്തിനാ ഈ പുലിവാലെ എന്നൊക്കെ വിചാരിച്ചിട്ടാവേ. ഇതാ എന്താ ഇത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സാരമില്ല, വെച്ചോളൂ. അപ്പോ കേസ് ഞാൻ തന്നെ വാദിക്കണം അല്ലേ? എക്സ്ക്യൂസ് മീ. എന്തായാലും ഇങ്ങനെ സാറേ, സാറേ ഇതിലും ഭേദം വല്ല ഈ പണിക്ക് പോകുന്ന പോക്കരുതെന്ന് പറയാം കേട്ടോ. പതുക്കെ പറ. കാണാതെ പഠിച്ചും കോപ്പി അടിച്ചും പരീക്ഷ പാസ്സായതിന്റെ കാര്യമില്ല സാറേ. ബുദ്ധി വേണം, ബുദ്ധി. സാറേ ഇങ്ങോട്ട് നോക്കി, പല താപ്പാനകളോടും കൂടി നിന്നുള്ള ഗുമസ്തനാ ഞാൻ. ആ രാജശേഖരൻ വക്കീല് ഈ കേസ് കുഴപ്പമെന്താണെന്ന് അറിയാമോ? ബുദ്ധിമുട്ടുള്ള കേസാണെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കാശ് വാങ്ങിക്കാനാ. സാറിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും ഈ കേസിന് വക്കീലിന്റെ ആവശ്യമില്ലെന്ന്. പിന്നെ നമ്മുടെ പാവത്തം കണ്ട് ആ കൊച്ചി നക്കാപ്പിച്ചു തന്നതാ. നക്കാപ്പിച്ചൊന്നും അല്ലടോ. രൂപ 10,000 ഉണ്ട്. 10,000, 10,000. 10,000 ഒന്നും അല്ല സാറേ, രൂപ ലക്ഷക്കണക്കിന് നമ്മുടെ പെറ്റിൽ വന്ന് വീണ്ട കോളായത്. ദൈവം എന്റെ തന്നതാ. ലക്ഷക്കണക്കിന് രൂപയോ? ചതിക്കും വഞ്ചനയ്ക്കൊന്നും ഞാനില്ല. ദൈവകോപം കിട്ടും, അതിന് ഞാനില്ല. അയ്യോ എന്റെ പൊന്ന് സാറേ, ഇതിൽ ചതിയും വഞ്ചനയൊന്നും ഇല്ല. ആ കൊച്ചിന്റെ പഴുതിയും പ്രകൃതവും കണ്ടിട്ട് നമ്മളങ്ങനെ തഴഞ്ഞ സ്വത്തും വേണ്ട, പുരയിടവും വേണ്ട, എല്ലാം അമ്മായിയപ്പൻ എടുത്തോട്ടേ എന്ന് കരുതുന്ന പ്രകൃതമാ. അപ്പോ നമ്മളിടപെട്ട ആ സ്വത്ത് വാങ്ങിക്കൊടുക്കുന്നു, ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. അതിന്റെ ഒരു വിഹിതം നമുക്ക് കിട്ടണ്ടായോ? സ്വത്തെന്ന് പറയുമ്പോ 1-2 രൂപയല്ല, ലക്ഷക്കണക്കിന്. എന്റെ ഊഹം ശരിയാണെങ്കിൽ കോടിയുടെ മേലെ പോകുന്ന കളിയാ. ഒരു 2%, 2% നമുക്ക് തരാൻ പറ. വെറും 2%? 1 കോടിയുടെ 2% എന്ത് വരും? 2 ലക്ഷം. 2 lakhs. 2 lakhs. അതെ, ഞാൻ കാണാതെ കിടന്ന ചില ലീഗൽ പ്രശ്നങ്ങളുണ്ട്. അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു കേസല്ല ഇത്. അതാ മറ്റേ വക്കീൽ വിട്ടു കളഞ്ഞു. പേടിക്കണ്ട, എന്ത് റിസ്ക് എടുത്തും എന്റെ ജീവൻ പണയം വെച്ചും ഈ കേസ് ഞാൻ വാദിച്ച് ജയിപ്പിക്കാം. പിന്നെ എന്റെ ഫീസിന്റെ കാര്യം അതെത്രയായാലും പ്രശ്നമില്ല. അല്ല, പിന്നീട് പ്രശ്നമാകരുത്. മൊത്തം സ്വത്തിന്റെ 2% എനിക്ക് കിട്ടണം. 2%. സമ്മതിച്ചു. എങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ഞാനും ഗുമസ്തനും കൂടെ നിങ്ങളുടെ വീട്ടിൽ വരുന്നു. ഒന്നുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ആ പള്ളിയിൽ അച്ഛനെ ചെന്ന് കാണുന്നു. ശരി. അവനെ ആ വികാരിയുടെ അഡ്രസ് ഒന്ന് തന്നെ. വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് ഞാനൊരു കത്ത് എഴുതിയേക്കാം. പരമേശ്വരം വക്കീല് ചത്തേ പിന്നെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് ഇന്നാ? അല്ല സാറിനുണ്ട്. എന്താ അപകടമുള്ള? ഇത് സാറിന് കുറച്ച് പാന്റ് ഷർട്ടുവാ. മാന്യന്മാരായിട്ട് ഇടപഴകുമ്പോ എല്ലാം അതിന്റേതായ രീതിയിൽ വേണ്ടേ? ഇത് വാഴക്കൊല കേസല്ലല്ലോ. നോക്കണം സാറേ. How is my selections? തിരി കൂടുതലല്ലേ പിള്ളേച്ച? ഏയ് സാർ ഇതൊക്കെ ഇട്ട് നടന്നാലേ ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഈ കത്ത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യണം. ആ പള്ളി വികാരിക്കുള്ള. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കോ. അല്ല ജോർജ്, വരൂ.
എത്രയായി? 450 രൂപ. ഏ? അയ്യോ അവിടെ ഫീസ് സാറേ. ടാക്സിക്ക് കൂലി ഞാനിപ്പോ കൊടുക്കാം. ശരി. ഇതൊക്കെയാണ് രീതി. എടോ ഇപ്പൊ കൊണ്ടുവരും. ശരി നടക്ക്. സൂസനെ, പുരുഷൻ തൊട്ടിയുടെ കാര്യത്തിന് കാശെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ടെന്നാ വലിയ പിതാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അരമനയ്ക്ക് കാശില്ലെന്ന്. ഇടവകക്കാരുടെ ഏക്കം പോലെ പിരിവിടുക, അല്ലാതെ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. ഇനിയിപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാം. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ആരാ? എന്താ? ഞാൻ ജോർജ് ഗോര വെട്ടിക്കൽ, അഡ്വക്കേറ്റ്. ഒരു കത്ത് അയച്ചിരുന്നു, ഒരു വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. ഓ, കത്തുകളെല്ലാം കൂടി കപ്പ്യാരെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ കപ്പ്യാരെ കാണൂ. യോഗം കഴിഞ്ഞാലുടൻ ഞാൻ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തു തരാം. അതിപ്പോ നിങ്ങൾ പറയും പോലെ ആ തീയതിയില് അങ്ങനെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടേ ഇല്ല. വേറെ പല കല്യാണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ പറയും പോലെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടില്ല, രേഖയിലില്ല. നിങ്ങൾ എന്ത് അനാവശ്യമാ പറയുന്നത്? ഈ പള്ളി വെച്ച് എന്റെ കല്യാണം നടന്നത്. കെട്ടുകഴിഞ്ഞിതാ ഈ മുറി വെച്ച് ഈ രജിസ്റ്ററിലാണ് ഞാൻ ഒപ്പിട്ടത്. പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത്ര വിശ്വാസക്കേടാണ്. കൊച്ചു തന്നെ അങ്ങ് നോക്ക്. കഴിഞ്ഞ 15 വർഷത്തെ രജിസ്റ്ററാ. സൂസന്നാന്ന് തന്നെ അല്ലേ മാമോസ പേര്? അതെ. എന്നാലേ ആ തീയതിയിലെന്നല്ല, ആ കൊല്ലം അങ്ങനെ ഒരു കല്യാണം ഇവിടെ നടന്നിട്ടേ ഇല്ല. No, it's impossible. Impossible. എന്താ ഇവിടെ? എന്താ ഫാദർ ഇത്? ഈ പള്ളിയിൽ വെച്ച് നടന്ന വിവാഹമാണ്. ഇയാളിപ്പോ പറയുന്നു രജിസ്റ്ററിലില്ല, അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്നൊക്കെ. എന്താ ഇങ്ങനെ? അച്ചോ, ഇവര് പറയുന്നത് 1981 ഏപ്രിൽ 14 തീയതി. അന്ന് അങ്ങനെ ഒരു കല്യാണം നടന്നതായി രേഖയിലില്ല. നടക്കാത്ത കല്യാണം നടന്നു ഞാൻ എങ്ങനെയാണ് അച്ചോ എഴുതി കൊടുക്കുന്നത്? താനാ ബുക്കിംഗ് എടുത്തേ? ബുക്കിലില്ല. ബുക്കിലില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? കുട്ടി വിഷമിക്കണ്ട.
ഏതച്ഛനാണ് ഈ കല്യാണം നടത്തി തന്നതെന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടോ? ഫാദർ ഗബ്രിയൽ അദ്ദേഹമായി കല്യാണം നടത്തി തന്നത്. അങ്ങനെ ഒരു വികാരി ഇവിടെ ഇരുന്നിട്ടല്ലേ അച്ഛോ? ഈ കൊച്ചു പറയുന്ന കൊല്ലക്കണക്ക് വെച്ച് നോക്കുമ്പോ ഫാദർ ശ്രീയൊക്കെ അന്നത്തെ വികാരി. അതെ, ഫാദർ സിറിയക്കായിരുന്നു അന്നത്തെ വികാരി. എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഗബ്രിയൽ അച്ഛൻ വന്ന് കല്യാണം നടത്തി തന്നതാ. അദ്ദേഹം ഒന്ന് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ റെക്ടർ ആയിരുന്നു. ഫാദർ ഗബ്രിയേൽ അദ്ദേഹത്തെ എവിടെയുണ്ട്? എനിക്ക് പരിചയമില്ല. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയണമെങ്കിൽ അരമനയിൽ തന്നെ അന്വേഷിക്കണം. കൊച്ചു ബിഷപ്പിന്റെ PA ഉണ്ട്, ഫാദർ കുരുവിള. അദ്ദേഹത്തെ കാണുക നല്ലത്. ഗബ്രിയൽ അച്ഛൻ ഓർഫനേജിന്റെ ചാർജ് വിട്ടിട്ട് 3 വർഷമായി. പ്രായ കൂടുതൽ കാരണമാ. അദ്ദേഹം ഇപ്പോ സ്നേഹനിലയത്തിൽ വിശ്രമ ജീവിതം നയിക്കുക. സ്നേഹനിലയെന്ന് പറയുമ്പോ വൃദ്ധരായ കുറെ പുരോഹിതരും കന്യാസ്ത്രീകളും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അഡ്രസ് തരാം. ആരാ? ഗബ്രിയൽ അച്ഛനെ ഒന്ന് കാണണം. എന്താ കാര്യം? ഇവരുടെ വിവാഹം സംബന്ധിച്ചൊരു കേസുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. ഗബ്രിയേൽ അച്ഛനാണ് കല്യാണം നടത്തി കൊടുത്തത്. ഫാദർ ഗബ്രിയൽ അച്ഛനെന്നെ അറിയാം, നന്നായിട്ടറിയാം. പേര് പറഞ്ഞാ മതി. സൂസന്ന. സിസ്റ്റർ ആഗ്നസ്, ഇവർക്ക് ഫാദർ ഗബ്രിയലിനെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ. മോനെ അച്ഛനെ കാണുമ്പോ എന്ത് പറയും? കാബ്രീസ് കൊടുക്കും. എന്നിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. പിന്നെ 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 ഗോഡ് ബ്ലെസ് യു എന്ന് പറയും. ഫാദർ, ഫാദർ, ചെവി കേട്ടുകൂടാ. നിങ്ങളെ കണ്ടാൽ തന്നെ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. ഓർമ്മയും കുറവാ. ചില സമയത്ത് സ്വന്തം പേരൂടെ മറന്നുപോകും. ഫാദർ, ആരാ? ആരാ? അന്ന് പള്ളിയില് അച്ഛൻ സൂസന്യ. ഇവരാരാ? ഓർഫനേജിലെ സൂസന്യ. ഇവരെന്താ ഈ പറയുന്നേ? മാലാഖമാർക്ക് കൊച്ചു കൊച്ചു തെറ്റുകൾ പറ്റുമ്പോ ഭൂമിയിൽ ജനിക്കും. അവര് നല്ല പെൺകുട്ടികൾ. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ആ സൂസന്യ. ഇവരെന്താ ഈ പറയുന്നത്? ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ റെക്ടർ ആയിരുന്നില്ലേ? അന്ന് ഏപ്രിൽ 14-ാം തീയതി ഇവരുടെ കല്യാണം നടത്തി. ഇവരാരാ? സൂസനെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാഡ്ബറീസ്. ഗോഡ് ബ്ലെസ് യു. ടാറ്റാ. ഇല്ല, ഇത് നടക്കില്ല. എങ്ങനാ? സർട്ടിഫിക്കറ്റ് ഇല്ല, സാക്ഷികളില്ല. ഇല്ല, ഇത് നടക്കില്ല. ഫയലിലെടുക്കൂടില്ല. നിങ്ങൾ വിവാഹിതയല്ല, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, വിധവയല്ല, ഒരു കുട്ടിയുണ്ട്. Stop it!
കേസ് വാദിക്കണം അല്ലടാ. ആ പെണ്ണു കൊച്ചോടെ നോക്ക്. ജോർജ്, മിസ്റ്റർ ജോർജ്, ആരാ? ഓ വന്നോ? എന്റെ പൊന്ന് പെങ്ങളെ, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ വിചാരിച്ച ഈ കേസ് ജയിക്കുകയില്ല. നിങ്ങൾ പഠിപ്പും വിവരമുള്ള വേറെ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ വെയ്. ഞാനൊരു പാവമാണ്. ഇനി തല്ലുകൊള്ളാനും ഇല്ലാത്ത സാക്ഷികളെ ഉണ്ടാക്കാനും ഒന്നും എനിക്ക് വയ്യ. തല്ലും കൊണ്ട് ആശുപത്രി കിടന്നാലേ ഒറ്റ എണ്ണം ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഒടിഞ്ഞ കൈയും കാലും കെട്ടിത്തൂക്കി ഒരു കൈക്ക് മറുകൈ സഹായമില്ലാതെ ഞാനിവിടെ ഇത്രയും ദിവസം കിടന്നിട്ടും നിങ്ങൾ പോലും വന്നു നിന്നല്ലേ? തെറ്റിദ്ധരിക്കരുത്. തിരക്കുണ്ടാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും കൂടി സാധിച്ചില്ല. അതെ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാര്, തിരക്കുള്ള മനുഷ്യര്. ഞാൻ പാവം. എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി ഈ പരുവത്തിലായാലേ കഞ്ഞുകൂടി മുട്ടിപ്പോകും പെങ്ങളെ. എന്തേത്? കുറച്ച് പണം. അയ്യോ വേണ്ട, അതിനുള്ള പണിയും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഗുണ്ടാഫീസായിട്ടാണെങ്കിൽ തല്ലു കൊണ്ടതല്ലാതെ ഹീറോയിസം കാണിച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. വേണ്ട പെങ്ങളെ. ഓട്ടോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. വക്കീലേ, പോരെ വക്കീലേ, വക്കീലേ, പോരെ വക്കീലേ. ആരാ? വാതിലും തുറന്നേ. എന്താ? ഒരു ജാമ്യം എടുക്കാനാ. എന്താ? എന്താ?
സാറേ എന്താ ഇത്? ആരാ ഇതൊക്കെ ചെയ്തത്? അന്നത്തെ ആ മുടിഞ്ഞ ജീപ്പ് പാർട്ടികളാ സൂസന്നയുടെ കേസിലേ. അതിന് നമ്മളെ കേസ് വിട്ടതല്ലേ? ആ വിട്ട കാര്യം സൂസന്നക്കല്ലേ അറിയൂ, വലിയവന്മാർക്ക് അറിയില്ലല്ലോ. സാറിന് പറഞ്ഞോളായിരുന്നു. തലങ്ങും വിലങ്ങും അടി വരുമ്പോ എന്ത് പറയാനാടോ? എന്നെ തല്ലിയന്മാരെ വന്നാൽ ഞാൻ വെറുതെ വിടുകയല്ല, കോടതി കയറ്റും. ഇന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. അത് വേണോ? ആ വേണം. വക്കീലെ സാറേ ഒന്ന് നിന്നേ. എന്താ? കോര വക്കീലല്ലേ? അതെ. ഒരു കേസുണ്ട്, ക്രിമിനല, കൊലപാതകം. ആ ഒഴിവുണ്ടോന്ന് സംസാരിക്കാൻ? ഇപ്പൊ സംസാരിക്കാം. എന്നാ വരൂ. ഒന്ന് വെക്കണേ, എനിക്ക് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ ഇപ്പൊ മനസ്സിലാകണം ഞങ്ങൾക്ക് എന്ത് സാധിക്കുമെന്ന്. നീ പോലീസ് കംപ്ലൈന്റ് ചെയ്യല്ലടാ. ഇനി നിന്നെ ഈ നാട്ടിലെങ്ങാനും കണ്ട വെട്ടിക്കൊന്ന് കടലിലെറിയും. ക്ഷമിക്കണം, ഞാനൊന്ന് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. വരൂ, അകത്തിരിക്കാം. ജീവിതത്തിൽ അടി കൊണ്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ആദ്യമായിട്ട് അടി, അതും കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള അടി. ഞാൻ ഭയന്നുപോയി. അതുകൊണ്ടാ ഞാനന്ന് കേസ് വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അവരെന്റെ ഓഫീസ് തല്ലി തീർത്തു. അത് പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ വഴിക്ക് വെച്ച് പിന്നെയും കിട്ടിയ അടി. അയ്യോ, ഞാൻ കാരണം? അതുകൊണ്ടല്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അടി കൊണ്ടൊരു ശീലമായി. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നി തുടങ്ങി. ഇനിയിപ്പോ കൊടുത്തൂടെ ശീലിച്ചാൽ വേറെ എന്തെങ്കിലും തൊഴിലാണേലും ഇറങ്ങാമല്ലോ. ഐ മീൻ വല്ല ചട്ടം പിത്തരോ വല്ലതൊക്കെ കൊണ്ട് എക്സ്പീരിയൻസ് ആയി. ഇനിയിപ്പോ കൊടുത്തൂടെ എക്സ്പീരിയൻസ് ആയാലായി. അതുമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നിന്റെ ഇടത് കരണത്തടിക്കുന്നവന് വലത് കരണം കൂടെ കാണിച്ചു കൊടുക്കാനാ.
പിന്നെയും വലതീർന്ന് തടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. അന്നേരത്തെ സൗകര്യം അനുസരിച്ച് തിരിച്ചു തരണമെങ്കിൽ തല്ലുവോ ഓടണമെങ്കിൽ ഓടുവോ എന്ത് വേണേ ചെയ്തോട്ടെന്ന് വെച്ചിട്ടാ പുള്ളിക്കാരൻ ആ ഭാഗത്തങ്ങ് സൈലന്റ് ആയത്. ഇനിയിപ്പോ കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ ഒരു അടി വന്നാലും ശരി, ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാം. താങ്ക്സ്. പക്ഷേ ഒരു വാക്ക്, അത് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ബട്ട് ഒരു വാക്ക്, അതിലൊരു ആൻസർ എനിക്ക് വേണം. എന്താ? അല്ല, നമ്മൾ ആ പള്ളിയിൽ പോയി വിവാഹം നടന്നു എന്ന് നിങ്ങൾ പറയുന്നു, നടന്നില്ല എന്ന് ഒരുപാട് തെളിവുകളും ഉണ്ട്. എന്തോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു ഇപ്പോഴും. ഞാൻ ഒറ്റ വാക്കിലൊരു ചോദ്യം ചോദിച്ചോട്ടെ, കോപം തോന്നരുത്, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. നിങ്ങൾ ഈ പറഞ്ഞ വിധത്തിൽ, ഈ പറഞ്ഞ പള്ളിയിൽ വെച്ച്, ഈ പറഞ്ഞ രീതിയിൽ സത്യത്തിൽ ജെയിംസും നിങ്ങളും വിവാഹിതരാണോ? അതെ. ഞാൻ ഈ പറഞ്ഞതിനപ്പുറമുള്ള തെളിവുകളൊന്നും തരാൻ എന്റെ കയ്യിലില്ല. ആരൊക്കെയോ എന്നെ ചതിക്കുന്നു. എനിക്കറിയില്ല ആരാണെന്ന്, എന്താണെന്ന്. ശരി, ഞാൻ ഈ കേസ് നോക്കാം. കുറച്ചു ദിവസം ഞാനിവിടെ താമസിക്കുന്നതിൽ വിരോധമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോട്ടലില്? വേണ്ട, ഇവിടെ താമസിക്കാം. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ പഴയ കഥകൾ ഒരുപാട് അറിയാനുണ്ട്. ഇന്ന് ഏതായാലും വേണ്ട, നാളെ മുതലാവട്ടെ. നാളെ ഞായറാഴ്ചയല്ലേ, നല്ല ദിവസമാ. പള്ളി പോക്കൊക്കെ ഉണ്ടോ? ഞാനും വരാം. സാർ, അച്ഛൻ പള്ളിമേടിലേക്ക് വരാൻ പറഞ്ഞു. ആ, സൂസന്നെയോ? വരൂ. വരൂ, ഇങ്ങോട്ടിരിക്കാം. താങ്ക് യു ഫാദർ. ഇതിപ്പോ കേസ് കോടതിയിലായ വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ പള്ളിയിൽ എത്തിയിരിക്കുക. എന്താ സൂസന്നെ ഇതിലൊരു സമാധാനം? ഇല്ലച്ചോ, ഞാൻ സംസാരിക്കട്ടെ. ഈ കേസ് ഞാൻ പ്രൊസീഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതൊക്കെ അച്ഛൻ തന്നെ പറ. ഇവള് പറയുന്നത് ജെയിംസിന്റെ ഭാര്യയായിരുന്നു, എന്റെ മകന്റെ ഭാര്യയായിരുന്നു എന്നാ. മരിച്ചുവെന്റെ മകനെ പറ്റി ഞാൻ ദോഷം പറയല. ചെറുപ്പം മുതലേ ചില ചില്ലറ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കുഴപ്പങ്ങളും ചെയ്തിട്ടുണ്ട്, വീട്ടില് നാട്ടില്. പക്ഷേ ബിസിനസ്സിൽ അവനൊരു വിജയമായിരുന്നു. അവസാന കാലത്ത് അവൻ നന്നായി. അപ്പോഴും അവന്റെ വലിയൊരു ഭാര്യമാർക്ക് നിൽക്കുന്നത് ഇവളാ. നിങ്ങൾ എന്ത് അനാവശ്യമാ പുരിയ ചെയ് പറയുന്നത്? ഞാൻ തെളിയിച്ചു തരാം. ഇവള് നിങ്ങളുടെ മുമ്പില് ധനാഠ്യനായ ജെയിംസിന്റെ ഭാര്യയല്ലേ? ഇവൾ ആരാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇവളൊരു അനാഥ മന്ദിരത്തിൽ പിറന്നവളാണ്, ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ. അല്ലാന്ന് പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് വേശ്യാവൃത്തി നടത്തിയതിന്, അതായത് സാമൂഹ്യ വിരുദ്ധമായി അഴിഞ്ഞാടിയതിന് ഇവളെ ഇദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത്. അതെ, അന്ന് 17 ദിവസം റെസ്ക്യൂ ഹോമിൽ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയട്ടെ. ഇനി ഇവിടെ നിഷേധിച്ചാലും നിങ്ങൾ പറയൂ. ഞാനാണ് റെസ്ക്യൂ ഹോമിന്റെ വാർഡൻ. ഈ കുട്ടിയെ 1981 ഫെബ്രുവരി 12 മുതൽ 28 വരെ കോടതി ഉത്തരവ് അനുസരിച്ച് അവർ താമസിപ്പിച്ചിട്ടുണ്ട്. നീ നിഷേധിക്കുന്നോ? ഇത് നീ നിഷേധിക്കുന്നോ? വന്നത് മുതൽ ഒരു മൂകതയായിരുന്നു ഈ കുട്ടിക്ക്. പെട്ടെന്ന് ഒരു ദിവസം അവിടുന്ന് കാണാതായി. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാ. ഇവളുടെ ഫോട്ടോയും രേഖകളും അവിടെ ഉണ്ട്. പിന്നെ ഇത് ഡോക്ടർ ശിവചന്ദ്രൻ, സൈക്കാട്രിസ്റ്റ് ആണ്. ഏതോ ഒരുത്തൻ ഇവൾക്ക് വട്ടാണ്, ഓർമ്മക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ചികിത്സിക്കാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇത് നീ നിഷേധിക്കുന്നു? ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കുറെ കാലം ഈ കുട്ടി എന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അസുഖം ഭേദമാകുന്നതിന് മുൻപ് ഡ്രഗ്സിന്റെ കോഴ്സൊക്കെ നിർത്തി. പിന്നെ അവിടെ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കൊണ്ടുവന്നത് ഏതോ ഒരാൾ.
അയാളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരാളുടെ കൂടെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാ ഈ കുട്ടി അവിടെ വരുന്നത്. ആ ഒരു ഓഡ് കോമ്പിനേഷൻ കണ്ടപ്പോഴേ ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. പിന്നീട് ഇപ്പോഴാ കാണുന്നത്. അപ്പൊ അച്ചോ, ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മോൻ ഇവിടെ കൂടെ താമസിപ്പിച്ചു, കല്യാണം കഴിച്ചു എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അതിനൊന്നും രേഖകളില്ല. അത് വക്കീൽ തന്നെ ബോധ്യപ്പെട്ട് കാണുമല്ലോ. പിന്നെ എന്റെ മകന്റെ കൂടെ ഇത്രയും കാലം താമസിച്ചു എന്ന സ്ഥിതിക്ക് മാന്യമായൊരു വിഹിതം ഇവൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്നല്ലാതെ എന്റെ മോന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് കൊണ്ടുപോകുന്ന നോക്കി വെക്കാൻ എനിക്ക് പറ്റില്ല. ഇതിന് അച്ഛന് തീരുമാനം ഉണ്ടാക്കണം. ഇത് കോടതിയിലെത്തേണ്ട കേസല്ല. ഇത് കോടതിയിൽ പോയി തലതാഴെ കീറി മരിച്ചുപോയന്റെ മകനെ കുറിച്ച് ചീത്തയും തെറിയും ഇവളുടെ വക്കീലും എന്റെ വക്കീലും കൂടി വിളിച്ചു പറയുന്ന കേൾക്കാനുള്ള മനസ്ഥിതി എനിക്കില്ല. ഞാനൊരു വയസ്സനാ. അച്ഛനൊരു തീരുമാനം പറ. അത് ഞാനിപ്പോ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. സൂസന്നെ, ഈ പറയുന്നതില് നീ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? സൂസന്നെ, സൂസന്നെ, സൂസന്നെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ആന്റണി, ഒരു മിനിറ്റ് കേട്ടോ അച്ചോ. ഈ സ്വത്തും വിധവും കിട്ടിയാല് ഞങ്ങളൊന്നും വിറ്റുപെറുക്കി ഇവിടെ നിന്ന് പോകുന്നില്ല. ഈ പള്ളിക്ക് ഇവിടെ വെച്ചാണല്ലോ ഇതിന് തീരുമാനം ഉണ്ടാവുന്നത്. മാന്യമായ ഒരു വീതം തന്ന് ഒരു 50 വർഷത്തേക്കെങ്കിലും ജെയിംസിന്റെ മരണനാളില് ഒരു ഗ്രിഗോറിയൻ കുർബാന ചൊല്ലാനുള്ള പണവും ഇവിടെ ഏൽപ്പിക്കും. ആ കേട്ടോ ആന്റണി, ഇതിപ്പോ നാട്ടുകാരുടെ മുമ്പ് വെച്ച് തീർക്കേണ്ട കേസല്ല. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ അയലോക്കംകാരല്ലേ, തനിക്കിതൊന്നും പറയാനില്ലേ? അതിപ്പോ ആ പെങ്കൊച്ചിനെ വിളിച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ആ കേട്ടോ വക്കീലേ, കേസിന്റെ ഒരു നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സാക്ഷികളെയും കണ്ടല്ലോ. താനിങ് വന്നേ. നീതി ന്യായവും ഞങ്ങളുടെ കൂടെയാ. ഈ കേസ് കോടതിയിലെത്തിയാലും താൻ ജയിക്കില്ല. പക്ഷേ കോടതിയിലെത്തിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒന്നുകളെയും. ഒരു ഡോക്ടറോട് കള്ളം പറയരുതെന്ന് പറയും. അതുപോലെ തന്നെയാ ഇങ്ങനൊരു കേസിൽ വക്കീലിനോടും കള്ളം പറയരുതായിരുന്നു. നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഈ കല്യാണം നടന്നില്ല എന്നും ഞാൻ പറയുന്നില്ല. ആര് പറഞ്ഞാലും. പക്ഷേ അതിന് ചില വൃത്തികെട്ട ഫ്ലാഷ് ബാക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇല്ല, നിങ്ങളുടെ അമ്മായിയപ്പം പറഞ്ഞതാണ് ഇതെല്ലാം. അതൊന്നും നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. നിങ്ങൾ ഒരുപാട് ഒളിക്കുന്നു. ഈ കേസും കൊണ്ട് കോടതിയിലെത്തിയാൽ ഒരുപക്ഷെ ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ നാണം കെടേണ്ടി വരും. നാണക്കേട് എനിക്ക് പുത്രിയായിട്ടൊന്നുമല്ല. ഒരു പ്രസ്റ്റീജ് കേസായിട്ട്, എന്റെ കരിയറിൽ ഒരു വഴിത്തിരിവായിട്ട് ഞാൻ ഈ കേസ് ഏറ്റെടുത്തു. പഠിച്ചു തുടങ്ങി. ഒരു ത്രില്ലായിട്ട് വർക്ക് ചെയ്തു തുടങ്ങി. പക്ഷേ സ്വന്തം കക്ഷിയിൽ നിന്നൊരു തിക്ത അനുഭവം. അതുകൊണ്ട് ഞാൻ പോട്ടെ. ഭയം കൊണ്ടല്ല. ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. കേസ് നടത്തി ഏതായാലും നാട്ടുകാരുടെ ഇടവാക്കാരുടെ മുന്നിൽ എനിക്ക് നല്ലവളാവണ്ട. ഞാൻ മറക്കാൻ ശ്രമിച്ച് അവർക്കാർക്കും അറിയാൻ വയ്യാത്ത പല കഥകളുമുണ്ട്. അന്ന് അവർ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്ക്യൂ ഹോമിൽ ഞാൻ ഉണ്ടായിരുന്നു. സൈക്യാട്രിസ്റ്റിനടുത്തും പോയിട്ടുണ്ട്. എല്ലാം സത്യമാണെങ്കിലും അതിൽ പാതിയേ സത്യമുള്ളൂ. ഇനി ഈ സ്വത്തും പണവും കിട്ടി ഈ ആളുകളുടെ മുഖത്ത് നോക്കി
എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞ് വളർന്നു വരികയാണ്. ഞാൻ തെണ്ടിയിട്ടാണെങ്കിലും അവൻ വളർത്തിക്കൊള്ളാം. പക്ഷേ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മരണത്തിന്റെ മുന്നിൽ പോലും ചെന്നുപെട്ട് എവിടെയോ ഒരു സഹോദരനാണെന്ന് പോലും എനിക്ക് ചിലപ്പോ തോന്നിപ്പോയ ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ എന്നെ കുറിച്ച് ഇത്രയും മോശമായ ഒരു അഭിപ്രായം സൂക്ഷിച്ചു പോകുന്നത് എനിക്ക് സങ്കടമാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. ബുദ്ധിമുട്ടില്ല, സത്യമാണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. സത്യമേ പറയൂ. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. ജനിച്ചത് എവിടെയാണെന്ന് എനിക്കറിയില്ല, ആർക്കും അറിയില്ല. ഒരുപക്ഷെ എനിക്ക് ജന്മം തന്ന് എനിക്കറിയാൻ വയ്യാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയ്ക്കറിയാമായിരിക്കും. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ഓർഫനേജിലാണ്. ഡിഗ്രി പാസ്സായി അക്കൗണ്ടൻസിയുടെ ഒരു ഡിപ്ലോമയും കിട്ടി. തുടർന്ന് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്ന് മദർ പറഞ്ഞു. എന്നെ ജോലിക്കുള്ള അപേക്ഷകൾ അയക്കലായി. ഒരു ദിവസം ഇതാ മോളെ, നിനക്ക് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നിട്ടുണ്ട്. JJ എക്സ്പോർട്സിൽ നിന്ന്, ജെയിംസിന്റെ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നു. സിറ്റിയിലുള്ള ഹോട്ടൽ മയൂരിയിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. സൂസൻ ലതിക, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്, ടേക്ക് യു സീറ്റ്. താങ്ക് യു സർ. സൂസൻ അല്ലേ? ഇരിക്കൂ. അനിത, എന്തായി? എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സെലക്ഷൻ ആയോ? അറിയില്ല, ഏതാണ്ട് സെലക്ട് ചെയ്ത പോലെയായി. സമയം സന്ധ്യ കഴിഞ്ഞു. എനിക്കാകെ പേടിയായി, കരച്ചിൽ വന്നു. എന്ത് ചെയ്യും? അപ്പൊ പിയൂൺ വന്ന് പറഞ്ഞു, പേടിക്കണ്ട, ഓർഫനേജിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ മറ്റേതോ മഠത്തിൽ താമസിക്കാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തോ അയാളുടെ മട്ടും ഭാവവും കണ്ടപ്പോ ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. അവസാനമായപ്പോ ഞാൻ മാത്രമായി. MD വിളിക്കുന്നു. പുറത്തിറങ്ങിയോ? ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തോ ശീലമില്ലായിരുന്നു എനിക്കന്ന്. ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു അനുഭവം കൺമുമ്പിൽ വന്നപ്പോ എനിക്കറിയില്ല. എനിക്കൊരു ഭ്രാന്ത് പോലെ എന്തോ വരികയായിരുന്നു. പുറത്തു പോകാൻ വേറെ വഴിയുണ്ടാ? ഒരു വഴിയില്ല രക്ഷപ്പെടാൻ. ഇപ്പോ ആരുടെ SI അല്ല, കമ്മീഷണറാ, പുതിയ ആളാ. വേഷം കിട്ടാ നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാൻ. അക്കാലത്താണ് ഒരു വലിയ ഭ്രാന്തെന്ന് പറയാൻ ഒക്കില്ലെങ്കിലും അന്നത്തെ ഷോക്കിന് ശേഷം ഒന്നും, ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എല്ലാം
അവ്യക്തമായ ഓർമ്മകളല്ലാതെ ഒന്നും എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു. സൂസന്നെ, നിന്റെ കാലാവധി കഴിഞ്ഞു, നിനക്ക് പോകാം. അളിയാ, കേസ് കിട്ടണം തോന്നുന്നു. ഒന്ന് മുട്ടി നോക്കാം. ഹലോ പെങ്ങളെ, ഞാൻ കേറിക്കോ, ഒരു ലിഫ്റ്റ് തരാം. അല്ല, രാത്രി ഒറ്റയ്ക്ക് എങ്ങോട്ടോ? സമയങ്ങളെ പ്രശ്നമാണ്. വേഗം വിട്ടോളിയാ, വേഗം വേഗം. എന്റെ ജീവിതത്തിന്റെ തുടക്കം അതായിരുന്നു. എന്തോ ജെയിംസിന് എന്നോട് സഹതാപം തോന്നി, എന്നെ ചികിത്സിപ്പിച്ചു. സത്യത്തിൽ അന്ന് ആ ജീപ്പ് നിർത്തുമ്പോൾ ആ ഹോട്ടലിൽ വെച്ച് കണ്ട ആളാണിതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ജെയിംസ് എന്നോട് പറയുകയാണ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പൊന്നും തോന്നിയില്ല. സൂസന്ന, ഇതാരാണെന്ന് മനസ്സിലായോ? കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന ആളാണ് മിസ്റ്റർ ജെയിംസ്. ഐ എം സോറി. ഞാൻ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു പെണ്ണിനോട് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കാര്യത്തിലാണ്. യെസ് ഓർ നോ, ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയണം. സൂസന്നയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ്. നിങ്ങളുടെ വക്കീൽ ബുദ്ധിയും ലോജിക്കും വെച്ച് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. എങ്കിലും നിങ്ങളോടിത് പറയണം തോന്നി പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. ഹായ് മമ്മി. കല്യാണത്തിന്റെ ഗ്യാസിട്ടില്ലേ? അതെ. അയ്യോ, ഞാനിത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നോ ഒരിക്കൽ അബദ്ധത്തിൽ ജെയിംസ് ഇവന് വേണ്ടി ടോം ആൻഡ് ജെറി റെക്കോർഡ് ചെയ്തതാ. ഇതാരാ? മാനേജരാ, ഉണ്ണികൃഷ്ണൻ. ഇവരാരാ? അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിരുന്നു. അതെ, ഒരു കേസുണ്ടായിരുന്നു. ക്രിമിനല, ഒരു കൊലക്കേസാ. ഒഴിവുണ്ടോ അല്പം സംസാരിക്കാൻ? എന്നാ വരും. ജെയിംസിന്റെ മരണത്തിന് ശേഷം ഇവരാരെങ്കിലും ഇവിടെ വന്നിരുന്നു? ഇല്ല. ഈ ഉണ്ണികൃഷ്ണൻ ശവമടക്കിന് വന്നിരുന്നു. പിന്നീട് നിങ്ങൾ ഓഫീസിൽ പോയി കണ്ടു. ഉണ്ണികൃഷ്ണൻ ആളെങ്ങനെ? നല്ല ആളാ. ബിസിനസ് നല്ല നിലയിലായിരുന്നു.
ആ നിലയ്ക്ക് ഒരു നിരാശയോ കാര്യങ്ങളോ ജെയിംസ് സാറിന് ഉണ്ടാകാൻ വഴിയില്ല. ജെയിംസിന്റെ ഫാദറും ബ്രദറും, ഐ മീൻ ജോസഫ് കുര്യനും ഡേവിഡും ഇവിടെ വരാറുണ്ടായിരുന്നോ? അവരെങ്ങനെ വരാറുള്ളതായിട്ട് അറിവില്ല. ഇല്ല, അവരെങ്ങനെ വരാറില്ല. മരിക്കുന്ന അന്ന് തുടങ്ങി പുറകോട്ട് ഒരു 6 മാസം എടുത്താൽ എന്നെങ്കിലും വരികയോ അവർ തമ്മിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ അറിവിലില്ല. നിങ്ങൾ ഇതിനെ പരിങ്ങുന്നേ? ഞാനെന്തിനു പറയണം? നിങ്ങൾ പോലീസ് ഒന്നുമല്ലല്ലോ, യു ആർ ജസ്റ്റ് അഡ്വക്കേറ്റ്. നിങ്ങൾ അപമര്യാദയെ എന്നോട് പെരുമാറരുത്. ഇന്നത്തെ നിങ്ങളുടെ മുതലാളിയുടെ അഡ്വക്കേറ്റ് ആണ് ഞാൻ. അവർക്കും ഈ സ്ഥാപനത്തിനും വേണ്ടിയാണ് ഞാൻ ഈ കേസ് വാദിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഐ എം സോറി. എനിക്ക് ജെയിംസിന്റെ ആ പേഴ്സണൽ ഫയൽ ഒന്ന് വേണം. ജസ്റ്റ് എ മിനിറ്റ്. സാർ, ഇതവരുടെ കുടുംബകാര്യമാണ്. എന്റെ അറിവിൽ അച്ഛനും സഹോദരനോട് വന്നിട്ടില്ല. അവർ തമ്മിൽ പിണക്കമായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ. ഹലോ, താൻ ആർക്കാ ഇപ്പൊ ഫോൺ ചെയ്തത്? ഉം? പറയണോ, താൻ ആർക്കാ ഫോൺ ചെയ്തത്? അത് പറയണോ? അത് പറയാം 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 ഞാൻ പറയാം. കിടക്കാറായില്ലേ? എന്തൊക്കെയോ ദുരൂഹതകൾ ജെയിംസിന്റെ ജീവിതത്തിലുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാൻ വയ്യാത്ത പല കഥകളും ജെയിംസിനുണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പക്ഷെ ഇതൊക്കെ ജെയിംസിന്റെ ഡയറികളാണ്. വെറുതെ ഞാനിന്ന് എടുത്തു നോക്കി. ഇതിൽ എന്നോട് പറയാതെ സെപ്റ്റംബർ 2-ാം തീയതി എല്ലാ ഡയറിയിലും ഉണ്ട് സെപ്റ്റംബർ 2. എല്ലാ വർഷവും ഇതേ ദിവസം തന്നെ പള്ളി പോയി പ്രാർത്ഥിച്ചു, പൂ വെച്ചു എന്നൊക്കെ. ജെയിംസ് ഒരു വലിയ ഭക്തനായിട്ടോ എന്നെ വിളിച്ചൊരു പള്ളിയിൽ പോകുന്ന ആളായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോ നിരീശ്വരത്വം പറയുന്ന ആളാണ്. ഇനിയൊരു പക്ഷെ ഉള്ളിൽ ഭക്തി ഉണ്ടായിട്ട് എന്നോട് പറയാൻ മടിച്ചിട്ടാണോന്ന് അറിയില്ല. കുഴിമാടത്തിൽ പൂവച്ചു, കുഴിമാടത്തിൽ പ്രാർത്ഥിച്ചു. കുഴിമാടത്തിൽ പൂവയ്ക്കാനും പ്രാർത്ഥിക്കാനും ജെയിംസിന്റെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ സെപ്റ്റംബർ 2-ാം തീയതി? എന്റെ അറിവിലില്ല. ജെയിംസിന്റെ അമ്മച്ചി മരിച്ചു. പക്ഷെ അത് സെപ്റ്റംബർ 2 മാർച്ച് 17 സെപ്റ്റംബർ 2-ാം തീയതി മരിച്ച ആരെങ്കിലും ഉണ്ടോ ഓർമ്മയിൽ? ഇല്ല. ഏതായി സെയിന്റ് വിൻസെന്റ് ചർച്ച്? ഇവിടെ അടുത്തുള്ള പള്ളിയാണോ? അല്ല, ഇവിടെയുള്ള സെയിന്റ് ജോർജ് ആണ്.
ആട്ടെ അങ്ങനെ ശരി ബസ്സിന് കയറിക്കണം എനിക്ക് മേനൊന്നും ഇത്തിരി പേഴ്സണൽ കാര്യമുണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നേക്കാം ശരി. എന്തു പറ്റി അവന്മാരവിടെ സാറേ ആ ഡേവിഡും കൂട്ടരും വന്ന് എന്നെ അടിച്ച് അവശനാക്കി അവന്മാരെ രക്ഷപ്പെടുത്തി. സാറേ അവന്മാരെ ആ സൂസനെ കൊച്ചിനെ അപകടപ്പെടുത്താനുള്ള പ്ലാനാ. എനിക്കും എന്റെ മോനും അനുഭവിക്കാൻ പറ്റാത്ത സ്വത്ത് നീയും നിന്റെ മോനും അനുഭവിക്കരുതേ. തിരിച്ചറക്കണവളെ. ആ കൊക്കയിലേക്ക് വലിച്ചു വീടാ. പിടിക്കണവളെ.